23,150 രൂപയാണ് ഗവൺമെന്റ് MBBS. 9 ലക്ഷം രൂപയോളമാണ് ഇവിടുത്തെ MBBSന്റെ ട്യൂഷൻ ഫീ മാത്രം. അതായത് BDSന്റെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഫീസാണിത്. ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ ഫ്രം ArcAnex. സോ കേരളത്തിലേക്കുള്ള MBBS BDS സീറ്റുകളുടെ പ്രവേശനത്തിനായുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് അങ്ങനെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് രജിസ്ട്രേഷന് ശേഷം നമ്മൾ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോൾ നമ്മളൊരു കോളേജിലേക്ക് ജോയിൻ ചെയ്യണല്ലേ. പ്രവേശനം ലഭിച്ച ആളുകൾ അത് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാകാം, ഗവൺമെന്റ് സെക്ടറിലാകാം. അപ്പോൾ MBBSന്റെയും BDSന്റെയും അലോട്ട്മെന്റ് പ്രോസസ്സാണ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതിലൊരു ഫീ സ്ട്രക്ചർ കൂടി പറയുന്നുണ്ട്. ഗവൺമെന്റ് MBBS സീറ്റുകൾ, ഗവൺമെന്റ് BDS സീറ്റുകൾ, സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റുകൾ, സെൽഫ് ഫിനാൻസിങ് BDS സീറ്റുകൾ, ഇവിടത്തേക്കൊക്കെയുള്ള ഫീ സ്ട്രക്ചർ അതിൽ പറയുന്നുണ്ട്. മക്കളെ, അത് 2024-25 ഇപ്പം ഈ വർഷം റിവൈസ് ചെയ്ത് ഫീ റെഗുലേറ്ററി കമ്മീഷൻ ഈ പറയുന്ന ഫീ റിവൈസ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ റിവൈസ് ചെയ്താൽ നിലവിൽ നിങ്ങൾ ഈ ഒരു ഫീസാണ് അടയ്ക്കേണ്ടത്. ഇനി റിവൈസ് ചെയ്യുകയാണെങ്കിൽ, ഫീസ് കൂട്ടുകയാണെങ്കിൽ, സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെ കുറച്ച് ഫീസ് അധികമാകുകയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു അധിക ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കും. യെസ്, ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫീസ് നോക്കാം. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിലുള്ളൊരു ഫീ ആണ്. ഗവൺമെന്റ് MBBSന് വേണ്ടി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ MBBSന് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുള്ളത് ഒരു വർഷത്തേക്ക് 23,150 രൂപയാണ് ട്യൂഷൻ ഫീ. ആൻഡ് ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിൽ BDSന്റെ ഫീസ് വരുന്നത് 20,840 ക്ലിയർ അല്ലേ? യെസ്, ഇത് നമ്മൾ എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള ഫീസാണ് ഈ 23,150. അതിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീ ഒക്കെ റെഡ്യൂസ് ചെയ്ത് ബാക്കിയുള്ള ഫീ ആണ് നിങ്ങൾ എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ടത്. ഈ ഫീ അടച്ച റെസീപ്റ്റുമായിട്ടാണ് അഡ്മിഷൻ കിട്ടിയ കോളേജിലേക്ക് നമ്മൾ ചെല്ലേണ്ടതൊക്കെ അല്ലേ? യെസ്, അപ്പോൾ ഇതാണ് ഗവൺമെന്റിലെ ഫീ സ്ട്രക്ചർ MBBSന്റെയും BDSന്റെയും. ഇനി പ്രൈവറ്റ് കോളേജുകൾ നമുക്ക് നോക്കാം. നമ്മൾ ഒരുപാട് വീഡിയോയിലൂടെ കണ്ടതാണ്. എന്നാലും ഇത് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് കേട്ടോ വീണ്ടും പറയുന്നത്. യെസ്, ഓരോ സെൽഫ് ഫിനാൻസിങ് കോളേജിലും ചെറിയ രീതിയിൽ ഫീസ് വേരി ചെയ്യുന്നുണ്ട്. എന്തായാലും 8 ലക്ഷത്തിനും 9 ലക്ഷത്തിനും ഇടയിലാണ് ഫീസ് വരുന്നത്. മാനേജ്മെന്റ് കോട്ടയിലെ ഫീസ്, ജനറൽ ആയിട്ടുള്ള 85% സീറ്റുകളുടെ ഫീ സ്ട്രക്ചർ വരുന്നത്. NRIയുടെ ഫീസ് വളരെ കൂടുതലാണ് കേട്ടോ. യെസ്, അപ്പോൾ ആദ്യത്തേത് KMCT മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് ആണ്. 8,07,324 1 ഇയറിലേക്കുള്ള ട്യൂഷൻ ഫീ. ഇത് കൂടാതെ നിങ്ങൾക്ക് മറ്റ് അനവധി ഫീ കാണും, സ്പെഷ്യൽ ഫീയും കാര്യങ്ങളും ഒക്കെ കാണും കേട്ടോ. അപ്പോൾ ഒരു ടോപ്പ് 5 കോളേജസിൻ്റെ 5 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുടെ സ്പെഷ്യൽ ഫീ ഒക്കെ വേറൊരു വീഡിയോയിൽ മാം ചെയ്തിട്ടുണ്ട്. യെസ്, അടുത്തത് പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്റർ തിരുവല്ലയാണ്. 8,16,038 അവിടുത്തെ ഒരു വർഷത്തെ ട്യൂഷൻ ഫീ. യെസ്, അത് കൂടാതെ സ്പെഷ്യൽ ഫീ വരും കേട്ടോ. യെസ്, സ്പെഷ്യൽ ഫീ എന്ന് പറയുന്നത് 50,000 മുതൽ 1.5 ലക്ഷം വരെയൊക്കെ വരുന്ന കോളേജുകളുണ്ട്. ഫസ്റ്റ് ഇയറിനേക്കാളും കുറച്ച് കുറവായിരിക്കും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഒക്കെ. ഫസ്റ്റ് ഇയറിൽ സ്പെഷ്യൽ ഫീ കൂടുതലായിരിക്കും. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂർ ടോപ്പ് 5 വരുന്ന കോളേജാണ്. 8,16,038. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ ടോപ്പ് 5 വരുന്ന കോളേജാണ്. 8,16,038. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് കോലഞ്ചേരി എറണാകുളം ഏറ്റവും മികച്ച കോളേജുകളുടെ പട്ടികയിൽ വരുന്ന കോളേജാണ്. 8,16,038. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം 8,16,038. അപ്പോൾ ഈ കോളേജുകളിലൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിലാണ് പങ്കെടുക്കേണ്ടത് കേട്ടോ. 4-ാം തീയതി വരെയാണ് നിലവിൽ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സമയം. അവിടെ ഈ കോളേജൊക്കെ കൊടുത്താലേ നിങ്ങൾക്ക് അവിടെ കിട്ടത്തുള്ളൂ. യെസ്, അപ്പോൾ ഇവിടെയൊക്കെ MBBSന്റെ ഫീസാണ് മിസ് പറയുന്നത്. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ല 8,16,038. എനിക്കൊന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, മുൻ വർഷങ്ങളൊക്കെ 7 ലക്ഷം ഒക്കെ ആയിരുന്നു. വളരെ കുറച്ച് നാളെ ആയിട്ടുള്ള ഈ ഒരു ഹോസ്പിറ്റൽ, ഈ ഒരു മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ബട്ട് ടോപ്പ് 5 ഇപ്പോൾ തന്നെ ഉണ്ട്. യെസ്, ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് കാരക്കോണം ട്രിവാൻഡ്രമാണ്. 8,16,038. മലബാർ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ കാലിക്കറ്റ് 8,16,038. അൽ അസർ മെഡിക്കൽ കോളേജ് തൊടുപുഴയാണ്. 8,16,038. 85% സീറ്റുകളാണ്. NRI കോട്ടക്കാരുടെ കാര്യമല്ല. NRIയിൽ 21,65,720 ട്യൂഷൻ ഫീ മാത്രം പറയുന്നത്. ഓക്കെ, എല്ലാ കോളേജുകളുടെയും, എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയും 15% സീറ്റ്, അതായത് 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 15 സീറ്റ് എന്ന് പറയുന്നത് NRI കോട്ടയിലേക്കായിരിക്കും. പിന്നെ മൈനോറിറ്റി കോളേജുകളിൽ അങ്ങ് മൈനോറിറ്റി സീറ്റുകളും മൈനോറിറ്റി സംവരണവും ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. യെസ്,
ഓക്കെ, അടുത്തത് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ ട്രിവാൻഡ്രമാണ്. 7,71,595. MES മെഡിക്കൽ കോളേജ് മലപ്പുറം 8,16,038. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ട 8,99,039. PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാട് 8,97,000. യെസ്, ഇത് 8,09,939 ആണ് മൗണ്ട് സിയോണില്. യെസ്, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് മേപ്പാടി വയനാടാണ് 8,86,779. ശ്രീ ഉത്രം തിരുനാൾ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രമാണ് 7,76,504 SUT ആണ്. SCCA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലം 8,16,038. കരുണ മെഡിക്കൽ കോളേജ് ടോപ്പ് 5 വരുന്ന കോളേജാണ് 7,87,780. ശ്രീ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളമാണ് 8,49,961. പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 8,98,800. 8,98,800 എന്ന് പറയുമ്പോൾ ഏകദേശം 9 ലക്ഷം രൂപയോളമാണ് MBBSന് ഒരു വർഷം ട്യൂഷൻ ഫീ ആയിട്ട് അവിടെ വരുന്നത്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞു സ്പെഷ്യൽ ഫീയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. NRI കോട്ടയിലാണെങ്കിൽ 21 ലക്ഷം രൂപയോളമാണ് എല്ലായിടത്തെയും ഫീസ്. ഓക്കെ, MBBS കഴിഞ്ഞു. ഇനി BDSലേക്ക് വരാം. BDSന്റെ ഗവൺമെന്റ് നമ്മൾ കണ്ടു 20,840 ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ ഫീസ് വരുന്നത്. ഇനി പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് നോക്കാം. പ്രൈവറ്റിലും MBBS പോലെ തന്നെയാണ്. 85% സീറ്റ് ജനറലിലേക്കും 15% NRIയിലേക്കുമാണ്. NRI കോട്ട രണ്ടിന്റെയും അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത് ഈ ഒരു കേരളയുടെ അലോട്ട്മെന്റിലൂടെയാണ്. നിങ്ങൾക്ക് ടൈമുണ്ട്, 4-ാം തീയതി വരെ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ടൈമുണ്ട്. യെസ്, അപ്പോൾ ജനറൽ 85% സീറ്റിലേക്കുള്ളത് 3,30,940. ആൻഡ് ഫോർ NRI ഇറ്റ് ഈസ് 6 lakhs rupees. 6 ലക്ഷം രൂപയാണ് NRIയുടെ ഫീസ് BDSന് വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പം നിങ്ങൾക്കൊരു 300 ആ ഒരു റേഞ്ച് സ്കോർ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ ഒരു BDSനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കണ്ടിരുന്നു 37,000 റാങ്കുകാർക്കൊക്കെ ഒരു 200 സ്കോറുകാർക്കൊക്കെ കിട്ടിയിരുന്നു കഴിഞ്ഞ വർഷം. ഓക്കെ, 170 സ്കോറുകാർക്കൊക്കെ BDS പ്രൈവറ്റ് സെക്ടറിൽ കിട്ടിയിരുന്നു. യെസ്, അപ്പോൾ ഇതാണ് നിലവിലുള്ള ഫീസ് സ്ട്രക്ചർ. ഇനി ഫീസ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു എക്സ്ട്രാ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പം നിലവിൽ എന്തായാലും ഫീ റെഗുലേറ്ററി കമ്മീഷൻ ഈ ഒരു ഫീസ് റിവിഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നിലവിലുള്ള ഫീസ്. അപ്പോൾ ഈ ഒരു എമൗണ്ടും കൂടി നിങ്ങൾ കളക്ട് ചെയ്ത് കയ്യിൽ കരുതി വയ്ക്കുക. ഇതുകൂടാതെ കോഷൻ ഡെപ്പോസിറ്റും മിസ്ലേനിയസ് ഫീ എന്ന് പറഞ്ഞ എക്സ്ട്രാ ഫീസ് കുറച്ച് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഏകദേശം ഒരു 35,000 രൂപയോളം ടോട്ടലി നിങ്ങൾക്ക് ചിലവാകും. 36,000 രൂപയോളം ആകും. ID കാർഡും വാൻ ഫീയും ഒക്കെ പറഞ്ഞ് കുറച്ച് എമൗണ്ട്. പിന്നെ ഹോസ്റ്റൽ ഫീയും മെസ് ഫീയും ഉണ്ടായിരിക്കും കേട്ടോ. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ 1.5 ലക്ഷം വരെയൊക്കെ ഹോസ്റ്റൽ ഫീയും മെസ് ഫീ ഒക്കെ വരാറുണ്ട്. യെസ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലാണെങ്കിൽ 8,000 9,000 റേഞ്ചിലാണ് ഹോസ്റ്റൽ ഫീ വരുന്നത്. മെസ് ഫീ മാസം 3,000-4,000 രൂപ അതും അടയ്ക്കേണ്ടതായിട്ട് വരും. യെസ്, അപ്പോൾ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അടിപൊളിയായിട്ട് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ, ആഗ്രഹിക്കുന്ന കോളേജുകൾ മാത്രം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.